കാഞ്ചിയാറിൽ ഗ്യാസ് ഏജൻസി ഗോഡൌണിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന. 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ ഗ്യാസ് ഏജൻസി ജീവനക്കാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവർ ഷുക്കൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കാഞ്ചിയാറിൽ പ്രവർത്തിക്കുന്ന KPM ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ പാമ്പിനെ കണ്ടെത്തിയത്. ഗ്യാസ് സിലിണ്ടറുകൾക്കിടയിൽ നിന്ന് ശബ്ദം കേട്ട് ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കാണുന്നത്. 4:30 ആയപ്പോഴാണ് കണ്ടത്. ഷുക്കൂർ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പെട്ടെന്ന് വന്ന് പാമ്പിനെ എടുക്കുകയും ചെയ്തു. ചേട്ടനെ എങ്ങനെ ചെന്നപ്പോഴാണ് കണ്ടത്? ഞാൻ കുറ്റിയെടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത്. സൗണ്ട് കേട്ടത്? സൗണ്ട് കേട്ടു. നേരത്തെ എലിയാന്ന് ഓർത്തോണ്ടാണ് ഇരുന്നത്. കാലിൻ്റെ ചോട്ടിൽ. ഉടൻ തന്നെ ഷുക്കൂറിനെ വിവരമറിയിക്കുകയായിരുന്നു. ഏറെ ശ്രമപ്പെട്ടാണ് ഷുക്കൂർ പിടികൂടിയത്. KPMന്റെ ഗ്യാസ് ഗോഡൗണാണിത്, കാഞ്ചിയാറുള്ള. പുള്ളിക്കാരൻ നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്താണ്. അദ്ദേഹം എന്നെ വിളിച്ച ഉടനെ പറഞ്ഞു. ഞാൻ അന്നേരം ഡ്രസ്സ് എടുക്കാൻ വിമലയിലായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചു. അദ്ദേഹം വിളിച്ചുകൊണ്ട് ഞാനും അദ്ദേഹം കൂടെ വീട്ടിൽ നിന്ന് പുള്ളിയും കൂട്ടിക്കൊണ്ട് നേരെ ഇവിടെ വന്നു. അപ്പോൾ ഒരു കുറേ അധികം ഗ്യാസ് ഇവിടെ നിന്ന് മാറ്റിയപ്പോഴത്തേക്കിനും നമുക്കതിന് മുകളിൽ നിന്ന് കിട്ടി. സാമാന്യം മുൾച്ചൊരു മൂർഖനായിരുന്നു. പുല്ലാനി മൂർഖനാണ്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേരറിയപ്പെടുന്ന പുല്ലാനി എന്നാണ്. സ്പെറ്റിക്കൽഡ് കോബ്ര എന്ന് പറയും. ഇതാണ് ഇവിടെ കണ്ടത്. ഇതിങ്ങനെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മൊത്തം നെറ്റിനെ മറിച്ചിട്ട് പോലും ഈ പാസേജിൽ കൂടെ കയറിയതാകാനാണ് സാധ്യത. മൊത്തം നെറ്റിനെ മറിച്ചേക്കാണ്. എങ്കിൽ പോലും ഇത് ആളില്ലാത്ത തുറന്നു കിടന്ന സമയത്ത് എപ്പോഴോ കയറിയതായിരിക്കാം. പക്ഷേ ഇതൊരു അത്ഭുതകരമായി, ഇതിൽ അപകടം പറ്റാതിരുന്നത് ഏറ്റവും അത്ഭുതകരമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ മാസം, അതായത് മാർച്ച് ഏപ്രിൽ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മാസങ്ങളിൽ ഇതിൻ്റെ മീറ്റിംഗ് സമയമാണ്. മുട്ടയിടുന്ന ഒരു സമയമൊക്കെയാണ്. ധാരാളമായി നിങ്ങൾ പുറത്ത് കാണുന്ന സമയം, പിന്നെ ചൂട് കാലാവസ്ഥയിൽ. അപ്പോൾ നമ്മൾ കുറേ അധികം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ വീടിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ തിണ്ണയോട് ചേർത്ത്, അതായത് വരാന്തയിൽ വെക്കുന്ന ആ പ്രവണത ഒന്ന് ഒഴിവാക്കി. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ലവ് ബേഡ്സിനെയൊക്കെ വീടിനോട് ചേർത്ത് വളർത്തുന്നത് വളരെ ഡേഞ്ചറാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ ഏറ്റവും ഡേഞ്ചറാണ്. നമ്മളങ്ങനെ വളർത്താതിരിക്കുക. പക്ഷിക്കൂടൊക്കെ എപ്പോഴും ഓരത്ത് മാറ്റി നിൽക്കുക. വീടിന് ചുറ്റും മാസത്തിലൊരിക്കലും മണ്ണെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് വീടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാലാവസ്ഥയിൽ. മൂർഖൻ ധാരാളമായി, ഇപ്പം ഇന്നലെ ഉണ്ടായിരുന്നു, ധാരാളമായിട്ട് പാമ്പിനെ കാണുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ വന്നിരുന്നാൽ ഇപ്പോൾ ഇവരാണ് ഇതെടുക്കുന്നതൊന്നും ശ്രദ്ധിക്കുകയില്ല. ചിലപ്പോൾ ഗ്യാസ് എടുക്കുന്ന സമയത്തായിരിക്കും ബൈറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുന്നൊരു സമയമാണിപ്പോൾ ഈ ഒരു 2-3 മാസം. പാമ്പുകൾ മുട്ടയിടുന്ന സമയമാണിത്. ചൂട് കാലാവസ്ഥയായതിനാൽ ഇഴജന്തുക്കൾ തുറസായ സ്ഥലങ്ങളിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട്. പിടികൂടിയ പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.